ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിന്ന് ഒരു വെറൈറ്റി ഐറ്റം കൊണ്ടാണ് വന്നിട്ടുള്ളത്. എനിക്ക് വെറൈറ്റി ആട്ടോ, എന്നാലും ഞാനിത് കുറേ യൂട്യൂബ് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ മണി ബോക്സാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ ഈ തുറക്കുന്ന ഭാഗം ഉണ്ടാവില്ലേ, അവിടെ ഞാനൊന്ന് ക്ലോസ് ആക്കി കൊടുക്കുകയാണ്. ഗമ്മ് തേച്ചിട്ട് ക്ലോസ് ആക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ നെറുഭാഗത്ത് പൈസ ഇടാൻ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. ഇവിടെ നന്നായിട്ട് ഉറച്ചിട്ട് വേണം നെറുവിൽ ഹോൾ ഇട്ട് കൊടുക്കാൻ കേട്ടോ. പിന്നെ എന്നോട് ഗ്രീൻ ജേർണൽ ചെയ്യുമോ, വിൻറ്റേജ് ജേർണൽ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഏതായാലും ജേർണൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. എൻ്റെ മടി അങ്ങോട്ട് സമ്മതിക്കുന്നില്ല. അപ്പോൾ ഏതായാലും നമുക്കിനി ഗ്രീൻ ജേർണലും വിൻറ്റേജ് ജേർണലും ജേർണൽ ബുക്ക് കാണിക്കലൊക്കെ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇപ്പോൾ അതാ ഞാൻ ഇതിൻ്റെ നെറുവിൽ ഹോളിടാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ നെറുഭാഗത്ത് ഹോൾ ഇട്ടതിന് ശേഷമാണ് ഞാൻ ആലോചിക്കുന്നത് ഏറ്റവും വലിയ മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഉൾഭാഗത്ത് 2 കാർഡ്ബോർഡ് പീസ് ഞാൻ കട്ട് ചെയ്ത് മാറ്റാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഇത് കട്ട് ചെയ്തിട്ടാണ് ഓർക്കണത്. അപ്പോൾ പിന്നെ അതൊന്നും കൂടെ തുറന്ന് ആ ഭാഗം 2ഉം കട്ട് ചെയ്ത് മാറ്റാണ്. ആദ്യം തന്നെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിതാ ഈ 2 ഭാഗവും കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ കട്ട് ചെയ്തു. നമ്മളിതാ ഇവിടെ വീണ്ടും ക്ലോസ് ആക്കിയിരിക്കുകയാണ്. ഇനിതാ ഇതിനെയൊക്കെ ഒന്ന് ഷേപ്പാക്കിയതിന് ശേഷം നമ്മുടെ A4 പേപ്പറിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഹോള് പേപ്പറിൻ്റെ ഉള്ളിൽ നിന്ന് തുറക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ തീം എന്താണെന്ന് വെച്ചാൽ പാണ്ടയാണ് കേട്ടോ. അപ്പോൾ പാണ്ട പോയ പോലെ ടെഡി ബിയർ ആവുമോ എന്നൊക്കെ നല്ല ഡൗട്ടുണ്ട്. ഏതായാലും നമുക്ക് പാണ്ടേനെ ഒന്ന് വരച്ചു നോക്കാം. ബ്ലാക്ക് ആണല്ലോ പാണ്ട ഉണ്ടാവുക. അപ്പോൾ ബ്ലാക്ക് കളറൊക്കെ എടുത്ത് ഒന്ന് പെയിൻറ്റിൽ മുക്കി ആദ്യം ഞാൻ പാണ്ടയുടെ തലയാണ് വരച്ചു കൊടുക്കുന്നത്. ഒരു റാ ഷേപ്പ്, എന്നിട്ടൊരു കോഴിമുട്ട ഷേപ്പ്, എന്നിട്ട് 2 കൈയും ഒരു വയറും വരച്ചിട്ട് 2 ചെവിയും 2 കാലും വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാണ്ട ശരിയാവും. അപ്പോൾ അതാ ഞാൻ എൻ്റെ കാല് വരച്ചു കൊടുത്തിട്ടുണ്ട്. വരച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഞാൻ ബ്ലാക്ക് വെച്ചിട്ട് എല്ലാതും ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടാണ് ഞാൻ ഇതിനെ ഒന്ന് ബ്ലാക്ക് വെച്ചിട്ട് എല്ലാ ഭാഗവും ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഞാനിതാ ഈ പാണ്ടയുടെ 2 കൈ നിൽക്കുന്ന ഭാഗത്ത് ഇതാ ബ്ലാക്ക് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാലും അതേപോലെ കൈയും ഒക്കെ ഞാൻ 2ഉം കൂടി ഒപ്പാണ് ചെയ്യുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ പാണ്ട റെഡി. ഇനി നമുക്ക് ഇതിനെ ഒന്ന് അലങ്കാരപ്പണികൾ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം റെഡാണ് എടുത്തിട്ടുള്ളത്. ആ ബ്ലാക്ക് കളർ എടുത്താണ്ട് പിന്നെ ബ്രഷ് കഴുകാതെയാണ് ഞാൻ റെഡ് കളറിൽ മുക്കിയത്. അപ്പോൾ എനിക്കൊരു ബ്രൗൺ കളറ് കിട്ടി. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് സേവ് മണി എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. എൻ്റെ പാണ്ടേനെ ഇഷ്ടപ്പെട്ടവരൊക്കെ ഈ കമൻറ്റിൽ ഇഷ്ടപ്പെട്ടു എന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ ലൈക്കും ചെയ്യണേ. പിന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.
അങ്ങനെ ഇത് ഞാൻ എൻ്റെ സേവ് മണി എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മണി ബോക്സിൻ്റെ നിറുഭാഗത്താണ് കുറച്ച് അലങ്കാരം ചെയ്യാനുള്ളത്. പിന്നെ നമുക്ക് നിറുഭാഗത്തെ അലങ്കാരം നോക്കാം. നെറുവിൽ കുറച്ച് പ്രകാശിക്കുന്ന ഒരു ചിത്രം വരച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്കിതിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല ഗൈസ്. അപ്പോൾ അതാ ഞാനിതിൻ്റെ പ്രകാശിക്കുന്ന ചിത്രങ്ങൾ വരച്ചു കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ഹോൾ ഇട്ട ഭാഗം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല, വെറുതെ ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തു, അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇതുണ്ടാക്കാൻ നല്ല സിമ്പിളാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ കയ്യിൽ 40 രൂപ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ 4 10 എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പേഴ്സിലായിരുന്നു കേട്ടോ, എന്താ പറയുക, എൻ്റെ ഈ പൈസയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ ഞാൻ ഇതിലേക്ക് 4 10 ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ പിന്നെ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അടുത്ത വീഡിയോ എന്തായാലും ഗ്രീൻ ജേർണൽ തന്നെയായിരിക്കും. അപ്പോൾ ശരി, ബൈ ബൈ.